യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ ഭൂമിയിൽ ഭീമാകാരമായ വിള്ളലുകൾ രൂപപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം വർഷങ്ങളായി ഭൂഗർഭജലം നിയന്ത്രണമില്ലാതെ ഉപയോഗിച്ചതിനാലാണ് ഈ വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളത്. അരിസോണ, യൂട്ട, കാലിഫോർണിയ എന്നീ സംസ്ഥാനങ്ങളിൽ ഭൂമി അക്ഷരാർത്ഥത്തിൽ പിളരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വിള്ളലുകൾ ഒരു ദേശീയ ദുരന്തത്തിന്റെ തെളിവാണെന്ന് അടുത്തിടെ ന്യൂയോർക്ക് ടൈംസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഭൂമിയിലെ ശുദ്ധജല സ്രോതസ്സിന്റെ പ്രധാന ഉറവിടങ്ങളിലൊന്നാണ് ഭൂഗർഭജലം. ഇത് മനുഷ്യൻ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിന്റെ പകുതിയോളവും ആഗോള ജലസേചന ആവശ്യത്തിന്റെ 40% ഉൾപ്പെടുന്നു. അരിസോണ ജിയോളജിക്കൽ സർവേയിൽ ഭൂമിയിലെ വിള്ളലുകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ജോസഫ് കുക്ക് പറയുന്നത് പ്രകാരം ഉപരിതലത്തിന് താഴെയുള്ള പ്രകൃതിദത്ത ജലാശയങ്ങളിൽ നിന്ന് പരിധിയിൽ കൂടുതൽ ഭൂഗർഭജലം പമ്പ് ചെയ്യപ്പെടുമ്പോൾ അത് ഭൂമിയെ തളർത്തുകയും തുടർന്ന് വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. വിള്ളലുകൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല. ഇത് രൂപപ്പെടാൻ കാരണം മനുഷ്യന്റെ ഭൂമിക്ക് മേലുള്ള അതിരുകടന്ന പ്രവൃത്തികളാണ്. വിള്ളലുകൾ ഭൂമിയുടെ അപകടാവസ്ഥയുടെ സൂചനയാണെന്നും കുക്ക് കൂട്ടിച്ചേർത്തു. പർവ്വതങ്ങൾക്കിടയിലുള്ള തടങ്ങളിലാണ് ഈ സാഹചര്യത്തിൽ സാധാരണയായി വിള്ളലുകൾ സംഭവിക്കുന്നത്. എന്നാൽ ഇത് അവിടെയുള്ള വീടുകൾ, റോഡുകൾ, കനാലുകൾ, അണക്കെട്ടുകൾ എന്നിവയെ നശിപ്പിക്കുകയും കന്നുകാലികളുടെയും മനുഷ്യരുടെയും ജീവന് ഭീഷണിയാവുകയും ചെയ്യും. അരിസോണയിൽ 2002 മുതൽ ഇത്തരം ഭീമാകാരമായ വിള്ളലുകൾ രൂപപ്പെടുന്നത് അവർ നിരീക്ഷിച്ചു വരികയാണ്. അരിസോണ ജിയോളജിക്കൽ സർവേയിൽ നിലവിൽ 169 മൈൽ വിള്ളലുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ടൈംസ് അന്വേഷണം US-ലുടനീളമുള്ള 10,000-കണക്കിന് സ്ഥലങ്ങളിലെ ജലനിരപ്പ് സൂക്ഷ്മമായി പരിശോധിച്ചു. US-ലെ ജലസംവിധാനങ്ങളിൽ 90%, കൂടാതെ ഇവിടുത്തെ ജലസ്രോതസ്സുകൾ വളരെ വേഗത്തിലും ശോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവ വീണ്ടെടുക്കാൻ കഴിയാതെ വരുമെന്നും ന്യൂയോർക്ക് ടൈംസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ നിരീക്ഷിക്കപ്പെടുന്ന സൈറ്റുകളിൽ പകുതിയോളം ഇപ്പോൾ പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു. അമേരിക്കൻ ഭൂഗർഭജല പമ്പിംഗ് നടത്തുന്നത് ഭൂഗർഭജലത്തെ ഇല്ലാതാക്കുന്നതിനാൽ 10 സൈറ്റുകളിൽ 4 എണ്ണവും ഇപ്പോൾ ഒന്നുമില്ലാതെ ശോഷിച്ച അവസ്ഥയിലാണെന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടൈംസ് പറയുന്നതനുസരിച്ച് ഈ ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ നൂറ്റാണ്ടുകളോ ആയിരക്കണക്കിന് വർഷങ്ങളോ എടുത്തേക്കാം. ജല ഉപയോഗം ഇടവേളകളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനാലും അതിരു കടന്നതിനാലും ഭൂഗർഭ ജലാശയങ്ങൾ നിറയ്ക്കാൻ മഴവെള്ളത്തിന് മതിയായ സമയം കിട്ടാതെ വരുന്നുണ്ടെന്നാണ് വിഷയത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ജോസഫ് കുക്ക് പറയുന്നത്.